നമ്മളിപ്പം പാലക്കാട് മുണ്ടൂർ ആ റോഡുണ്ടല്ലോ, ആ റോഡിന് വരുമ്പോൾ എന്താ പറയുക, ആ റോഡ് തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഈ കാണുന്ന വഴി. ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും, ഇത്രയും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, വിജയരാഘവനെ വിജയിപ്പിക്കാൻ ഞാനും ഗിരി ഒരു സ്ഥിതി പോകുന്നുണ്ടായി ഓർമ്മ. നല്ല സ്മൂത്ത് ഓടിക്കാൻ വണ്ടി ഓടിക്കാൻ. ശരിക്കും നമ്മളെ അവിടുന്ന് വരുമ്പോ ഈ വഴിയാണോ പിന്നെ മലമ്പുഴയ്ക്ക് എളുപ്പം? അല്ല, നിങ്ങളെ നാലുംകുടി ജംഗ്ഷൻ ഉണ്ടല്ലേ, അവിടുന്ന് നേരെ പോവാ. അതും ഇതും വ്യത്യാസം എന്താന്ന് വെച്ചാ, ഏതാ സ്റ്റാർട്ടുന്നോ? സ്റ്റാർട്ടിന്ന് നേരെ കണ്ടില്ലേ, എക്സ്ട്രീം റൈറ്റ് ചെയ്യും. ഞാൻ ആ വഴി എവിടെ പോയി കയറുക ഞാൻ കാണിച്ചു തരാം. അല്ല, നമ്മുടെ അവിടേക്ക് വരുമ്പോ അതാ എളുപ്പം. നമ്മുടെ അവിടെ നിന്ന് വരുമ്പോ മലമ്പുഴയിൽ വരുമ്പോ അതാവുന്നു. ഒരു തിരക്കില്ലാതെ എത്ര പെട്ടെന്ന് ഇവിടെ എത്തും. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഫസ്റ്റത്തെ എയ്ഡഡ് കോളേജ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ് പാലക്കാട്ടത്തെ. പാലക്കാടല്ല, കേരളത്തിലത്തെ ഫസ്റ്റ് അല്ല പക്ഷേ അതെ, ആദ്യകാല എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്ന്. എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. ഇവിടെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഇപ്പോഴത്തെ മഴയുടെ നൈസായിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് അതിന്റെ കുട്ടികൾ. എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫ്രണ്ട് സൈഡാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ ഈ കാണുന്നതാണ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫ്രണ്ട് സൈഡ് കേട്ടോ, കണ്ടില്ലേ, NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇതാണ് കവാടം. ഓക്കെ, ഇതാണ് ഇപ്പോൾ കേരളത്തിലെ ഫസ്റ്റത്തെ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജ്. അത് കണ്ടില്ലേ, പാലക്കാടിന്റെ ആ ഒരു ഹരിത ഭംഗിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പപ്പാടി വെള്ളച്ചാട്ടം പറയുന്ന ഒരു സംഭവമാണ്. ഈ കാണുന്ന ഒരു കളർ വ്യത്യാസമുള്ള ഒരു സ്ഥലം കണ്ടില്ലേ, അത് പപ്പാടി വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മള് പറഞ്ഞ പപ്പാടി വെള്ളച്ചാട്ടല്ലേ, ഈ കാണുന്നതാണ് കേട്ടോ. കണ്ടില്ലേ, ഏറെക്കുറെ അടുത്ത് നമ്മൾ ചെല്ലും. ഇപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളിപ്പോൾ ഈ വഴി കൂടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈവേയിൽ ബ്ലോക്കുള്ള സമയത്ത് നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോരാൻ പറ്റുന്ന ഒരു വഴിയാണ് ഈ കാണുന്ന വഴി. ഇതല്ലേ, ഇത് ഈ ആ പാടത്തേക്കൊക്കെ ആനകൾ ഒരുപാട് വന്നിട്ട് നിങ്ങൾ പത്രങ്ങളിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെയാണ് അല്ലേ ഒരാളെ, ഇതിവിടെ അല്ല, ഇതിൻ്റെ അപ്പുറത്തെ പാടത്താണ് ഒരാളെ ആന ചവിട്ടിക്കൊന്നതിൻ്റെ ഒക്കെ ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ നോക്കൂ നിങ്ങൾ, പാലക്കാടിൻ്റെ ആ സ്വതസിദ്ധമായിട്ടുള്ളൊരു ഭംഗി അത് കണ്ടില്ലേ. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. പപ്പാടി വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ആ വെള്ളം ഒഴുകി നേരെ ഈ പാടത്ത് കൂടെ ഒക്കെ തന്നെയാണ് വരുന്നത്. നൈസായിട്ടൊരു ചെറിയൊരു ഫോറസ്റ്റ് തന്നെയാണ് ഈ ഒരു ഏരിയ. ഫോറസ്റ്റ് പോലെ തോന്നുമെങ്കിലും ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് അല്ലേ. ഓക്കെ, അപ്പം ഇതില് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഗിരീഷ് മാഷ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ വൈഫ് ഹൗസ് ഇതിന്റെ തൊട്ടടുത്താണ്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ കണ്ടില്ലേ നിങ്ങൾ, ഇതാ ഈ കാണുന്നതാണ് ആ വെള്ളച്ചാട്ടം. നമുക്ക് ഇവിടെ കുറെ ചെടികളും കാടും ഒക്കെ വളർന്നു നിൽക്കൊണ്ട് നമുക്ക് അധികം കാണാൻ പറ്റുന്നില്ല എന്നായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു സെറ്റപ്പ് തന്നെയാണ്. അടുത്ത ലൊക്കേഷൻ തിരിക്കട്ടോ, പറ്റിയ സ്ഥലത്ത്. ഓക്കെ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങളിപ്പോൾ ഈ പോകുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു മഴയ്ക്കുള്ള കോളുണ്ട്, അതുപോലെ തന്നെ നല്ല കാറ്റും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് കാണണ്ടാവും. അതുപോലെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പാടവും കാര്യങ്ങളൊക്കെ. അതായത് നിങ്ങളിപ്പം ഒരു തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ റൂട്ടിൽ നിങ്ങൾ യാത്ര തിരിച്ചാൽ തന്നെയും നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ മലമ്പുഴയ്ക്കോ കോയമ്പത്തൂർക്കോ എവിടേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു നല്ലൊരു റൂട്ടാണത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, പാലക്കാടിൻ്റെ ശരിക്കും ഒരു ഹരിത ഭംഗി ആസ്വദിച്ചിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണത്. ചെറിയ റോഡാണ് സംഭവം, കാര്യങ്ങളൊക്കെ ഓക്കെ റോഡാണ്. റോഡിന് പക്ഷേ ചെറുതാണെന്ന് പറഞ്ഞിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റോഡ് കാണുന്നുണ്ടാവും.
നമുക്ക് അതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ കണ്ടോ ഈ ഒരു ഭംഗി കണ്ടില്ലേ, ഓരോ സൈഡിലും ഉള്ളത്, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ വഴി കൂടെ പോകാം. കുറേ എന്താ പറയുക, പക്ക ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ നമ്മൾ പണ്ടുണ്ടായിരുന്ന ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടും. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള പല ടൈപ്പ് വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽക്കൂടെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ വലിയൊരു ഹൈലൈറ്റ് ആണ്. അതാണ്ടോ ഇങ്ങനത്തെ ഒരു വീട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ ഇങ്ങനത്തെ ഒരു വീടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ടൗണിലേക്കൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനത്തെ സംഭവങ്ങളടക്കം നമുക്ക് ഈ ഇത് കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഇതാ ഇവിടെ ഒരു മോഡേൺ വീടുണ്ട് കണ്ടില്ലേ, കരിമ്പനകളുണ്ട് ഇഷ്ടം പോലെ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതായത് പാലക്കാടിൻ്റെ ഒരു ഭംഗി ശരിക്കും നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും. ഇതിന് നമ്മൾ നന്ദി പറയേണ്ടത് ആർക്കാണ്? ഗിരീഷ് മാഷ്ക്കാണ്. കണ്ടില്ലേ, അത് കൂടെ നമ്മൾ വരുമ്പം വെറും പഴയ ടൈപ്പിലുള്ള വീടുകൾ മാത്രമല്ല, കുറേ ന്യൂജൻ വീടുകളും കാണാൻ പറ്റും. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും, നല്ല ഈ കാർമേഘം മൂടിയ ആകാശം, അതിൻ്റെ സൈഡിൽ കൂടെയുള്ള പച്ചപ്പുള്ള കുറേ എന്താ പറയുക, അതിനെന്താ പറയേണ്ടതെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല. കാരണം അത് കണ്ട് മനസ്സ് നിറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടെൻഷൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വഴി കൂടെ വന്നത്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഈ വഴി കൂടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ വഴി കൂടെ ഇതിന് മുമ്പ് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, കണ്ടില്ലേ ഈ റൈറ്റ് സൈഡ് ആണെങ്കിലും ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും ഒക്കെ ഇവിടെ കന്നുകാലികളൊക്കെ മേയ്ക്കാൻ പറ്റിയ നല്ല പറമ്പ്. ഇത് പറമ്പാണോ പാടമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണോ? അല്ലേ, നമ്മൾ രാജസ്ഥാനിൽ പോയപ്പോൾ ഒട്ടകങ്ങളെ കണ്ടില്ലേ, അതേപോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അത്. നമ്മളിപ്പോൾ ഈ എത്താൻ പോകുന്ന ജംഗ്ഷൻ ശാസ്ത ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷനാണ്. ഇത് ഒലവക്കോട്ട് നിന്നും മലമ്പുഴയ്ക്ക് പോകുന്ന റോഡിലാണ് നമ്മളിപ്പോൾ ചെന്ന് ചേരാൻ പോണത് കേട്ടോ. അതായത് നമ്മൾ ഈ വരുന്ന വഴി നേരെ പോയിട്ട് കയറുന്നത് അങ്ങോട്ടാണ്. ഈ വഴി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ കാഴ്ചകൾ, ഇതാണ് നമ്മുടെ ആ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ, ഇതാണ് ആ ജംഗ്ഷൻ കേട്ടോ. ഇതാണ് മലമ്പുഴ റോഡ് കേട്ടോ, ഒലവക്കോട് ടു മലമ്പുഴ റോഡ് ഇതാണ്. ഇനി നമ്മൾ എത്തുന്ന ജംഗ്ഷൻ നമ്മുടെ ചന്ദ്രനഗറിന്ന് മലമ്പുഴയ്ക്കുള്ള റോഡാണ്. ആ റോഡിലേക്കാണ് നമ്മളിനി പോയി ചേരുന്നത്. ഓക്കെ, നമ്മൾ പക്ഷേ നേരെയാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ നേരെ ചെന്ന് കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, നേരെ നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ ചന്ദ്രനഗറിലേക്കാണ് നമ്മൾ എത്തുക. ഈ റോഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ ചന്ദ്രനഗറിലേക്കാണ് എത്തുക. പക്ഷെ നമ്മൾ അവിടെ നിന്ന് നേരെയാണ് പോകുന്നത്. ഓക്കെ, ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മലമ്പുഴയാണ്. മിൽമ ഫീഡ്സിൻ്റെ സ്ഥാപനമാണ് നമ്മളിപ്പോൾ ഈ കണ്ടത്. എത്രത്തോളം കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ പെട്ടെന്നാണ് കണ്ടത്. അത് കാരണം കൊണ്ട് തന്നെ ക്യാമറ പെട്ടെന്നാണ് ഞാൻ തിരിച്ചത്. നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് മലമ്പുഴ ഫാൻറ്റസി പാർക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഫാൻറ്റസി പാർക്കിൽ വന്നിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പോവാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പോകേണ്ട ഒരു സംഭവമാണ് ഫാൻറ്റസി പാർക്ക്. ഇത് കണ്ടില്ലേ, ഇത് ഈ കാണുന്നതാണ് ഫാൻറ്റസി പാർക്ക്. കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ അതിവിശാലമായിട്ടുള്ള ഷോറൂമാണ്, മറ്റാൾ പറഞ്ഞ പോലെ. കണ്ടില്ലേ, ഇതാണ് ഫാൻറ്റസി പാർക്ക്. ഫ്രണ്ട്സ്, ഇതാ ഈ കാണുന്ന മലയിലാണ് പണ്ട് ബാബു കയറിയിട്ട് ഹെലികോപ്റ്ററും നേവിയും എല്ലാവരും വന്നിട്ട് തെരയലും പിടിക്കലൊക്കെ ഉണ്ടായ മലയിൽ. യോദ്ധ എന്ന് പറഞ്ഞ സിനിമയിൽ തണ്ണിമത്തനിട്ട് പീസാക്കുന്ന ആ ഒരു സീനൊക്കെ എടുത്തിട്ടുള്ളത് ഈ മലയിലാണ്. കണ്ടില്ലേ, കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണു. നമ്മളിപ്പോൾ മലമ്പുഴയുടെ എൻട്രൻസിൽ എത്തിയിട്ടോ. ഇതവിടെ ബോച്ചയുടെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ഇതാണല്ലേ, ബോച്ചയുടെ പാർക്കാണ് നിങ്ങൾ ഈ നേരെ കാണുന്നത്. ഐ ലവ് മലമ്പുഴ. ഇവിടുന്ന് വലതു ഭാഗത്തേക്കാണ് തിരിയേണ്ടത് കേട്ടോ. കണ്ടില്ലേ ഈ റോഡ് നല്ലേ. ഇതിവിടെ സ്നേക്ക് റെസ്ക്യൂ ആൻഡ് റീഹാബിലേഷൻ സെൻ്റർ ആണ്. നമ്മൾ ഈ കാണുന്നത് ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്ന, അണക്കെട്ട് തുറന്നു വിടുമ്പം വെള്ളം വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അതാ കാണുന്നതാണ് ഡാം. കണ്ടില്ലേ, റോപ്പ് വേ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൂക്കുപാലം അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ടാവും. കണ്ടില്ലേ, ഇതാണ് മലമ്പുഴയുടെ ഒരു
വെള്ളം നിറഞ്ഞു വരാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അത് തുറന്നു വിടാത്തത്. ഇത് മലമ്പുഴയുടെ വേറൊരു അട്രാക്ഷനാണ്. പിന്നെ കണ്ടില്ലേ, നമ്മളിതാ വീണ്ടും കയറാൻ പോവാണ്. കവ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഈ റോഡിന് പോയിട്ടാണ് കവയിലേക്കൊക്കെ നമ്മൾ തിരിയുക. ഓക്കെ, ഈ റോഡിന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ കവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. കവയൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ. കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതൊന്നുമല്ല. പോകുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ റോക്ക് ഗാർഡനൊക്കെ ഉള്ളത്. ഇതാണ്ടല്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റോക്ക് ഗാർഡൻ. ഓക്കെ, ഇതാണ് എൻട്രൻസ്. ഇവിടെ നിന്നാണ് കേട്ടോ കാവേലിക്ക് നമുക്ക് തിരിയാനുള്ളത്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുമ്പിലേക്ക് പോകണം. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ചെറിയൊരു ഇതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ചൂടുള്ള സമയത്ത്, ഇപ്പം തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 30-32 ഡിഗ്രിയുടെ അടുത്ത് ചൂടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ AC ഇട്ടിട്ട് വണ്ടിയിലിരിക്കണേക്കാളും സെറ്റപ്പ് ആയിരിക്കും. ഇതാണ് കേട്ടോ, ഈ റോഡാണ് നമുക്ക് കവയ്ക്ക് തിരിയാണത്. ആനക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബോർഡ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഇവിടെ ഒരു കുരിശുവള്ളിയും കാര്യങ്ങളുണ്ട്. അതിനോട് ചാരിയിട്ടുള്ള റോഡിനാണ് നമ്മൾ കവയിലേക്ക് പോകാനുള്ള റോഡ്. അതായത് ആനക്കൽ റോഡിനൂടെ പോയി കഴിഞ്ഞാൽ ആ അറ്റത്ത് മലമ്പുഴ റിംഗ് റോഡിന് വേണ്ടിയിട്ട് ഒരു പാലം പണി നടക്കുന്നുണ്ട്. പുതിയ പാലം പണി. ആ പുതിയ പാലം പണി ഏകദേശം 90-95% ആയിട്ടുണ്ട്. അതിലൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഡാമിന്റെ ഇടതുഭാഗത്ത് കൂടെ വരാം. അതായത് സത്യം പറഞ്ഞാൽ ഒരു 23-24 കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ഡാമിന്റെ റിസർവോയറിനെ ചുറ്റി വരാം. ഒരു ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തീരുന്ന പോലെ സുഖസുന്ദരമായിട്ട് സമയം ചെലവിടാൻ നല്ല കാഴ്ചകൾ കാണാം ഡാമിന്റെ പല ഭാഗത്തും. ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ് ഡാം. കുറച്ച് സ്ഥലം കൂടി 1.5 മീറ്റർ 2 മീറ്റർ ഒക്കെ ബാക്കിയുള്ളൂ എന്നറിയാൻ. അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഡാം തുറക്കൂല. ഫ്രണ്ട്സ് മാഷ് പറഞ്ഞു കേട്ടില്ലേ, ഇതാണല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ ആനത്താരയാണ് കേട്ടോ. ഈ ആനത്താരയിൽ ഇതിൽ ആനകളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്ന സ്ഥലമാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാടല്ല, വലിയ കാട് തന്നെയാണ്. പക്ഷെ നമുക്കിങ്ങനെ ഈ റോഡ് കൂടെ പോകുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നു മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഇതാണല്ലേ, നമ്മൾ ഈ റോഡിലൂടെ നമ്മൾ പോണ സമയത്ത് നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോണ പോലെയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലക്കാടൻ ഭംഗി എല്ലാവരും പറയാറുണ്ട്. പാലക്കാട് വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ആ ഭംഗി എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മെയിൻ റോഡിൽ കൂടെ മാത്രം സഞ്ചരിച്ചിട്ട് കാര്യമില്ല. ഇതുപോലെ ഉൾറോഡിനൊക്കെ വന്നിട്ട് നമ്മളത് കണ്ടറിയേണ്ടി വേണം. കാരണം ഇങ്ങനത്തെ ഉൾറോഡുകൾ പലർക്കും അറിയണ്ടാവില്ല. ഗൂഗിൾ മാപ്പത്തെ ചേച്ചിയാണെങ്കിൽ നമുക്കതൊന്നും പറഞ്ഞു തരുകയും ചെയ്യില്ല. ചേച്ചി വഴി തെറ്റിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ഉള്ളത്. അറിയാലോ എല്ലാവർക്കും. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഉണ്ടോ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കണം. നോക്കൂ, കണ്ടില്ലേ, നല്ല നൈസ് വ്യൂ ആണ്. ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ വണ്ടി നിർത്തണമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിർത്തണില്ല എന്ന് മാത്രം. ഞങ്ങളുടെ ടാർഗറ്റ് വേറെയാണ്. പക്ഷെ ആ വഴിക്ക് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിൽ കൂടെ പോവാം എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം ഈ ഒരു ഹരിത ഭംഗി എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ്. കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് തുടർന്നും കിട്ടാൻ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് മറക്കരുത് കേട്ടോ. നമുക്ക് ഇപ്പം കാണുന്നില്ല, അത് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. IITയുടെ ക്യാമ്പസാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടില്ലേ, ഉള്ളിലേക്ക് കേട്ടോ, നേരെ ഉള്ളിലാണ്. ഈ മതിലൊക്കെ അതിൻ്റെ തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന നമ്മൾ IITയുടെ ക്യാമ്പസിലേക്ക് പോകാനുള്ള വഴി കേട്ടോ. ഇതാണ്ടല്ലേ, വെയർ ഹൗസും കാര്യങ്ങളുമാണ് റെന്റിനുള്ള. ഈ വഴി കൂടി നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. കഞ്ചിക്കോട് ആ ഭാഗത്താണ് നമ്മൾ ഈ റോഡ് പോയി കയറുന്നത്. പിന്നെ നിങ്ങളിത് റൈറ്റ് സൈഡിൽ കാണുന്നത് റെയിൽവേ ട്രാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഈ റോഡിലൂടെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തായിരിക്കും ഇവിടെ ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു സമയം വരുമ്പോൾ നിർഭാഗ്യവശാൽ നിങ്ങൾ വരുന്ന സമയത്ത് ട്രെയിൻ പാസ് ചെയ്യുകയാണെങ്കിൽ ഗേറ്റ് അടവുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെഗറ്റീവായിട്ട് പറയണതല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു സമയം ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും നിങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ആണല്ലേ, ഇവിടെ റെയിൽവേ ക്രോസ് വരുന്നുണ്ട്. IITക്കുള്ള യഥാർത്ഥ വഴി ഇതാ ഇവിടെയാണ് വരുന്നത്. ഇതാണല്ലോ, ഈ വഴിയാണ് നമ്മൾ IITയിലേക്ക് ശരിക്കും പോകാനുള്ള ഒറിജിനൽ വഴി. ഇതാണ് നമ്മുടെ റെയിൽവേ ക്രോസ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ
ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഗേറ്റ് അടവോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങൾ തിരക്കിട്ടിട്ട് വരുമ്പം സമയം ലാഭിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന സമയത്ത് കഷ്ടകാലത്തിന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് കാണണ്ട. സമയം വരേക്കും നമ്മളെന്താണ് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വരാൻ പറ്റിയൊരു വഴിയാണ് ഇപ്പം നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. ഞങ്ങളത് ലെവൽ ക്രോസ് പാസ് ചെയ്തു. അപ്പം നമ്മൾ പാലക്കാട് ജില്ലയിലത്തെ 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയത്തിന് മുമ്പ് കൂടെ ഉണ്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരെണ്ണുള്ളത് ഒറ്റപ്പാലത്തും പിന്നെ ഒരെണ്ണം എന്താ ഇവിടെയും പിന്നെ അടുത്ത് ഒരെണ്ണുള്ളത് ഒലവക്കോടുമാണ്. ഓക്കെ, ഇത് 3ാമത്തെ കേന്ദ്രീയ വിദ്യാലയമാണ്. ഈ ബസ്സുകളൊക്കെ കുട്ടികളെ കൊണ്ടുപോകാനുള്ള ബസ്സുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെ ടാക്സി ബസ്സുകളാണ് കേട്ടോ, ഒരിക്കലും സ്കൂൾ ബസ്സുകളല്ല. ഈ കാണുന്നതാണല്ലേ, ഇതാണ് കേന്ദ്രീയ വിദ്യാലയം. ഇവിടെ സ്കൂളിൻ്റെ ഓൺ ബസ്സുകൾ മാത്രമല്ല പ്രൈവറ്റ് വെഹിക്കിൾസും ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ലെവൽ ക്രോസ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 300 മീറ്റർ വന്നു കഴിയുമ്പോൾ കണ്ടില്ലേ, ഇവിടുന്ന് പാലക്കാട് കോയമ്പത്തൂർ നമ്മൾ ഹൈവേയിലേക്ക് വന്ന് കയറുകയാണ്. ഇവിടെ സർവീസ് റോഡിൽ നമ്മൾ കയറുകയാണ്. ഓക്കെ, ഇതാണല്ലേ, ഇവിടെയാണ് ഈ വഴി വന്ന് കയറുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ, ഇവിടെ ഒന്നും വലിയ തിരക്കില്ല, നമുക്ക് അത്രയും സുഖമായിട്ട് പോകാൻ. നമ്മളിപ്പം നാഷണൽ ഹൈവേയിൽ കയറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ സൈഡിലും നമുക്ക് നല്ല കാഴ്ചകളുണ്ട്. കണ്ടില്ലേ, ഇനി വേറൊരു വഴിയും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അതായത് നമുക്കിപ്പോൾ ഈ പോണ വഴിക്ക് ടോള് ഉണ്ട്. ആ ടോള് വരുമ്പം നമുക്കത് കട്ട് ചെയ്ത് പോകാനുള്ളൊരു വഴിയുണ്ട്. അത് ടോള് കട്ട് ചെയ്യാനായിട്ട് മാത്രം നോക്കണ്ട, ആ വഴി കൂടെ പോകുമ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി കാഴ്ചകളാണ് ആ വഴി കൂടെ. അപ്പോൾ ആ ഒരു വഴിയും കൂടെ ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ടാറ്റ മെമ്മോറിയൽ ഹൈദരാബാദ് അല്ല, ബോംബെ. ഫ്രണ്ട്സ്, നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ടോൾ എത്തുന്നതിന് മുമ്പ് റൈറ്റിലോട്ട് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ടാവും, അഹല്യ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. എനിവേ ആ റോഡിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോൾ റോഡിന് പോകുമ്പം ഇതല്ലേ, ഇതിൽ കൂടെ വെറും വാഹനങ്ങളും കുറേ വീടുകളും കടകളും മാത്രമേ കാണാറുള്ളൂ. ആ വിരസത ഒഴിവാക്കിയിട്ട് നല്ല പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യാം, റൈറ്റ് എടുക്കുക. ഈ കാണുന്ന സിഗ്നൽ അല്ലേ, അഹല്യ ക്യാമ്പസ് എന്നുള്ള ഈ ഒരു ബോർഡാണ് നമുക്ക് ഇതിനുള്ള ഒരു ലാൻഡ്മാർക്കായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഇതാ ഇവിടെ വെൽക്കം ടു വൈസ് പാർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ റോഡിനാണ് നമ്മൾ തിരിഞ്ഞു പോകേണ്ടത്. ഫ്രണ്ട്സ്, ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ അഹല്യയുടെ ക്യാമ്പസും വരുന്നത്. അതുപോലെ ഞാൻ കാണിച്ചില്ലേ ഈ റോഡിനാണ് നമ്മൾ പോകേണ്ടത്. ഇനി നമുക്ക് കുറച്ച് പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് പോകാം. ഇവിടെ കുറേ വിൻമില്ലിൻ്റെയും ഇതിൻ്റെയൊക്കെ പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഈ വഴി കൂടെ യാത്ര ചെയ്യാം. കൂട്ടത്തിൽ ആ ടോൾ ഒഴിവാകുന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ടോൾ ഒഴിവാക്കി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ ആ വഴി തന്നെ ആയിരിക്കും. ബട്ട് എന്താണ്, കുറച്ച് എന്താ പറയുക, ഗ്രാമഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി കൂടെ വരാം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ടോൾ ഒഴിവാക്കാനായിട്ട് ഈ വഴി കൂടെ നിങ്ങൾ വരരുത്. നിങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ കാര്യങ്ങളോ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴി കൂടെ വരിക. ചുള്ളിമലാണ് നമ്മുടെ ബെമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യവസായ സ്ഥാപനമാണത്, പൊതുമേഖലാ സ്ഥാപനം. അതാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇനി കാണാൻ പോണത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ അതിഥി തൊഴിലാളികളെ താമസിക്കുന്ന അപ്നാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കൂടെ ഉണ്ട്. ഇതാണ് കേട്ടോ ബെമൽ. ഇത് ഓഫീസേഴ്സ് ക്വാർട്ടേഴ്സ് ആണ് ഈ കണ്ടത്. ഇത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സംരംഭമാണ്. അതുപോലെ തന്നെ അത് പിന്നീട് കുറേ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ ഈ കാണാണ് ബെമൽ. കണ്ടില്ലേ, ഇവിടെ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ ഒരു സമരത്തിൻ്റെ, അനിശ്ചിതകാല സമരത്തിൻ്റെ സംഭവങ്ങളൊക്കെ, ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണല്ലേ ബെമൽ സ്റ്റീൽസ്. ഇതാണ് ഇത് കേട്ടോ, നമ്മളിപ്പോൾ കാണിച്ചു തന്ന സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പല പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ. അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കാനുള്ള അപ്നാഗർ എന്ന് പറഞ്ഞല്ലേ, ആ കാണുന്ന സംഭവം ഉണ്ടോ നമ്മൾ ഈ കാണുന്നത് അല്ലേ, ഒരു ഫ്ലാറ്റ് പോലെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഇത്.
കേരള സർക്കാരിന്റെ ഒരു സംരംഭം തന്നെയാണ് ഇതും. പിന്നെ അതുപോലെ തന്നെ ഇതാ വെമലിലേക്കുള്ള അടുത്തൊരു എൻട്രൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ ഹെലിപാഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വിൻമില്ലുകൾ കണ്ടില്ലേ. ഇനി അങ്ങോട്ട് നമുക്ക് കുറേ കാണാനുള്ള കാഴ്ചകൾ ഇതാണ്. വിൻമില്ലിന്റെ പാടങ്ങളും കാര്യങ്ങളുമായിട്ട് ഇതിങ്ങനെ ഒരു ലൈനായിട്ടുണ്ട്. കിൻഫ്രയുടെ നമ്മളിതാ ഇവിടെ അഹല്യ ക്യാമ്പസിന്റെ ഒരു ബോർഡ് കണ്ടില്ലേ. ഇവിടെ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞു പോവാണ്. പണ്ട് IIT-യുടെ ഇതൊക്കെ വർക്ക് ചെയ്തിരുന്ന ഇവിടെയാണ് കേട്ടോ. അഹല്യക്കാർ അവിടെ അവർക്ക് ഒരു ബിൽഡിംഗ് ആവുന്നവരേക്കും ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൗജന്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അഹല്യയുടെ ആ ഒരു ക്യാമ്പസിലേക്കുള്ള വഴിയാണ്. ഈ വഴി കൂടെയാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഈ സ്ഥലങ്ങൾ കണ്ടോ നിങ്ങൾ? നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഈ റോഡിന് പോകുമ്പോണ്ട്. ഇത് കണ്ടില്ല ഫ്രണ്ട്സ്, ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ റോഡിന് വരുമ്പോഴും നമുക്ക് കാണാനുള്ളത്. ഫ്രണ്ട്സ്, ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പാലക്കാടിൻ്റെ ഇപ്പോൾ കുറേ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാടിൻ്റെ ഭംഗിയാണ് ഈ കൊല്ലങ്കോട് പോകണമെന്നാണ്. കൊല്ലങ്കോട് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കുറേ ഉൾറോഡുകളുണ്ട്. ഈ റോഡിൽ കൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊല്ലങ്കോടിൻ്റെ അതേപോലെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. വെറുതെ കൊല്ലങ്കോട്ടുകാരെ എല്ലാവരും പോയിട്ട് എല്ലാ ഞായറാഴ്ചയും ബുദ്ധിമുട്ടിക്കാന്ന് മാത്രം. കാരണം അതിപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഒരുപാട് കണ്ടു. കൊല്ലങ്കോട്ടേക്ക് ഇനി ആരും വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊന്നും ആവശ്യമില്ല. ഇതാ ഇങ്ങനത്തെ ഓരോ അറിയണ വഴികൾ നമ്മൾ ജസ്റ്റ് ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ടാണെങ്കിലും നമ്മൾ പോയിട്ട് ഇതാ ഇങ്ങനത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഒരുപാട് കാഴ്ചകൾ. നമുക്ക് ഇതാ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കിൻഫ്ര ഫുഡ് പാർക്കാണ്. കണ്ടില്ലേ? ഇത് ഇവിടുന്ന് കുറച്ചും കൂടെ പോയിട്ട് IIT പാലക്കാടിൻ്റെ ഒക്കെ ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സംഭവം. ഇതല്ലേ, ഇതാണ് കിൻഫ്രയുടെ ഫുഡ് പാർക്ക്. കണ്ടില്ലേ? അപ്പം IIT-ക്കുള്ള വഴിയാണ് ഇനി അടുത്തത് കേട്ടോ. കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ IIT-ക്കുള്ള വഴിയാണ്. ഇതായി ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടാവും. IIT പാലക്കാട് അഹല്യ ക്യാമ്പസ്, ഇത് രണ്ടും ഈ റോഡിന് പോയിട്ടാണല്ലോ. അല്ലേ, ഈ റോഡാണ് അങ്ങോട്ടുള്ളത്. ഇതാണല്ലേ കരിമ്പനകള്, നല്ല ചെത്തുകൾ കിട്ടുന്നുണ്ടാവും കേട്ടോ അവിടെയൊക്കെ. കരിമ്പനക്കള്ള് നൈസാണ്. കണ്ടില്ലേ? ഫ്രണ്ട്സ്, ഇതാണല്ലേ കൈവരിയൊന്നും ഇല്ലാത്ത പാലം. ഇതിന് മാഷ എന്തോ പേര് പറഞ്ഞു, ചപ്പാത്ത് എന്തോ സംഭവം പറഞ്ഞു. കണ്ടോ? ക്രോസ് വേ അല്ലേ? നൈസാണ് കേട്ടോ. ഈ വെള്ളം വരുന്നത് വാളയാർ ഡാമിൽ നിന്നാണ് കേട്ടോ. വാളയാർ ഡാമൊന്നും തുറക്കാറായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇത്രയും കുറവായിട്ട് വെള്ളം വരുന്നുണ്ടാവുക അല്ലേ? അങ്ങോട്ടൊക്കെ നോക്കുമ്പോണ്ടല്ലോ നൈസ് വ്യൂ ആണ്. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ വാൽപ്പാറയൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. വാൽപ്പാറ ഡാം, അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള ചെറിയ മണ്ണ് കളറുള്ള മലകൾ. ഇവിടെ മൺകളറിലല്ലെങ്കിലും പച്ചപ്പ് നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് അതേപോലത്തെ ക്രോസ് വേയും കാര്യങ്ങളും എല്ലാതും ഉണ്ട്. നല്ല നൈസായിട്ടുള്ള വ്യൂ ആണ്. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, സമയം ലാഭിക്കണമെങ്കിൽ നിങ്ങൾ ടോൾ കൊടുത്തിട്ട് പോവാം. നിങ്ങൾക്ക് പ്രകൃതി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വഴി കൂടെ വരാം. അതേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. ഫ്രണ്ട്സ്, കണ്ടങ്ങള് ഈ റോഡ് കാണുന്നുണ്ടാവും. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് കാണുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് കാണുന്ന അതുപോലത്തെ റോഡാണ്. നിരപ്പായിട്ട് നീളത്തിൽ കാണാൻ പറ്റും. ഒരിക്കലും കേരളത്തിൻ്റെ റോഡായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത രീതിയിലുള്ള റോഡ്. നേരെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മല കാണാൻ പറ്റും ഒരു ദൂരം. പിന്നെ ഈ കാണുന്നത് അല്ലേ, രണ്ട് സൈഡിലും ഓരോ വ്യവസായ കേന്ദ്രങ്ങളാണ്. അത് കഞ്ചിക്കോട് കഴിഞ്ഞു അല്ലേ, പക്ഷെ ആ ഏകദേശം ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഉള്ളത്.
കഞ്ചിക്കോട് കഴിഞ്ഞു. ഇനിയിപ്പോ ടോളും കഴിഞ്ഞിട്ടുള്ള ഒരു NH-ലേക്ക് കയറാൻ പോവാണ്. ടോള് കഴിഞ്ഞു, നമ്മളെ ടോളിന്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ കയറുമ്പോൾ ഒരു CNG പമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഗ്യാസ് ഉള്ള വണ്ടികൾ വരുന്ന സമയത്ത് ഉപകാരപ്പെടും. CNG പമ്പും കേട്ട് ഇവിടെ ഒരു ഇതുണ്ട്. നമ്മൾ താണ്ടി ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. കോയമ്പത്തൂർ റൈറ്റ്, പാലക്കാട് ലെഫ്റ്റ്. നമ്മൾ ലെഫ്റ്റ് ചെയ്തിട്ട് പിന്നെ യു ടേൺ ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകാൻ. ലെഫ്റ്റ് എടുത്ത ഉടനെ തന്നെ നമുക്ക് ഇവിടെ യു ടേൺ ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ട് കേട്ടോ. അല്ലാതെ കുറേ ദൂരമൊന്നും നമ്മൾ അതിന് വേണ്ടിയിട്ട് കറങ്ങേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ കോയമ്പത്തൂർ ഭാഗത്തേക്കുള്ള ഹൈവേയിൽ കയറി. നല്ല ഫ്രണ്ട്സ്, ഇവിടെ ആണെങ്കിലും നമുക്ക് കണ്ടോ ഈ മലനിരകളും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിലെ വരുമ്പോൾ നമ്മൾ ഒരേ സ്പീഡിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ വന്ന വഴിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചുറ്റുഭാഗമൊക്കെ ഒന്ന് വീക്ഷിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ ഒരു വഴി കൂടെ വന്ന് നമ്മളിവിടെ കയറുമ്പോൾ, ഇവിടെ കയറിയാലും ഈ പറഞ്ഞ പോലെ പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ കാഴ്ചകളുണ്ട്. രമണി ചേച്ചി ഇനി ചീത്ത പറയുമെന്നറിയില്ല.